ഹലോ ഗൈസ്, ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ കണ്ട സീസൺ 7 ഒരു അപ്ഡേഷൻ തരാൻ വന്നതാണ്. ആക്ച്വലി ഞാൻ കണ്ട കാര്യം ഞാൻ പറയത്തില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇന്നലെ ഭയങ്കര ടെൻഷൻ തോന്നിയൊരു കാര്യമാണ്. സത്യത്തിൽ ആദില, നൂറ ആ കുട്ടികൾക്ക് എഗൻസ്റ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കുട്ടി ഇന്നലെ ഭയങ്കര കരയുന്ന കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. അയ്യോ ഇത്രയേ ഉള്ളൂ ഇത് എന്ന്. പിന്നെ ഞാൻ ഓർത്തു, പല ഇന്റർവ്യൂവിലും ആ കുട്ടി മൗനമായിരുന്നു. അതിന്റെ കാരണം അത് അതിന്റെ പേരൻസിനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. മറ്റേതിനാണ് പേരൻസിനോടുള്ള ദേഷ്യം. പേരൻസിനുള്ള ദേഷ്യം കൊണ്ടാണ് ലെസ്ബി എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിന്റെ പിറകെ പടക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എൻ്റെ സംശയം അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ്. ഇന്നലത്തത് സൂപ്പർ എപ്പിസോഡായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന്റെ മെയിൻ റീസൺ എന്താണെന്നറിയാമോ? അനീഷിനെ തൊലി ഊരിച്ചങ്ങ് കൊടുക്കുന്നത് കണ്ടപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ബിക്കോസ് അത്രത്തോളം അനോയിങ് ആയ ഒരു ക്യാരക്ടറാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തി. അയാളെ കറക്റ്റായിട്ട് ചോദ്യങ്ങളുടെ മാറ്റേ ചോദ്യം ചോദിച്ചങ്ങ് ഇരുത്തി. ഏതാണ്ട് പെർഫെക്റ്റ് ആണ് എന്നുള്ളൊരു പറച്ചിലുണ്ടല്ലോ. അപ്പോൾ അയാളുടെ ഡിവോഴ്സും അത് ഒരാളുടെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിച്ച് ഇൻസൾട്ട് ചെയ്യണത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഓവർ ആകുമ്പോൾ നമുക്ക് പിന്നെ വേറെ നിവർത്തി ഉണ്ടാവത്തില്ല എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ഇന്നലെ മോഹൻലാൽ ചോദിച്ച ആ ചോദ്യം. എനിക്ക് സത്യത്തിൽ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലിൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രഞ്ജിത്തിനെ പുള്ളി എവിക്ട് ചെയ്യുന്ന രീതിയും ആൻഡ് രഞ്ജിത്ത് അത് എങ്ങനത്തോളം ഫീൽ ചെയ്തു എന്നും അങ്ങേരെ കംഫർട്ടാക്കാൻ പുള്ളി എടുത്തൊരു എഫർട്ടും ആകെ മൊത്തത്തിൽ ഇന്നലെ നന്നായിട്ട് സ്കോർ ചെയ്തു. ആസ് എൻ ആങ്കർ ഇന്നലെ മോഹൻലാലിൻ്റെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പറയണമല്ലോ, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അതിലേക്ക് വരാം, ആദില നൂറ വിഷയത്തിലേക്ക് വരാം. ഒരാളുടെ പേഴ്സണലായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഒരു കാര്യത്തിനെ എടുത്ത് പൊതുസമൂഹ നന്മയ്ക്കായി ചെയ്യുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് അനീഷ് കാണിച്ച ഒരു പട്ടി ഷോ ഉണ്ടല്ലോ, ആ പട്ടി ഷോ ആണ് നമ്മൾ കണ്ടത്. അതായത് അവരുടെ ഫാമിലി ഒന്ന് യോജിപ്പിക്കണം, അവരുടെ ഫാമിലി ഒന്ന് യുണൈറ്റഡ് ആക്കണം, അതൊന്നുമല്ല അയാളുടെ ഇൻറ്റൻഷൻ. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കണ്ടന്റ് ഉണ്ടാക്കുക, അത് അവരെ തന്നെ ടാർഗറ്റ് ചെയ്ത് പിടിച്ചതിൻ്റെ റീസൺ അവർ നല്ല മെറ്റീരിയൽസ് ആണ്. പൊതുസമൂഹത്തിന് എത്രത്തോളം പ്രോബ്ലംസ് ആണ് അവർ അതിനകത്തുള്ളതിലുണ്ടെന്നുള്ളത്, പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിക്ക് എത്ര പ്രോബ്ലം ഉണ്ടെന്ന് അവന് നല്ല ബോധ്യമുണ്ട്. നല്ല കുറുക്കനാണ് അയാൾ. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ നടക്കുന്നത്. നമ്മൾ കുറുക്കനെ പിടിച്ച് കൂട്ടിലിട്ട 8ന്റെ പണി എന്ന് പറഞ്ഞില്ലേ, 8 അടിച്ച് നടക്കുന്നതാണ്, ഇങ്ങനെ വിരകുന്നതാണ്. സെയിം തിങ് ആണ് ഇതിനകത്ത്. എന്താണെന്നറിയാമോ, ഈ അനീഷിനെ പറ്റി ബാക്കിയുള്ളവർക്കൊരു ധാരണയില്ല. അനീഷിനെ എങ്ങനെ ഒതുക്കാന്നുള്ള ഒരു ബോധമില്ല. അത് ഒരാൾക്കുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാം, സിബിൻ അതിനകത്ത് ഉണ്ടാവണം. സിബിൻ ഉണ്ടെങ്കിൽ വലിച്ച് കീറി പൊടിച്ച് അനീഷിനെ ആണാക്കി വെച്ചിട്ട് ഇനി ഇറങ്ങി വന്നിട്ടുണ്ടാവുമായിരുന്നു. അമ്മാതിരി ഒരു സാധനം കിട്ടിയാലേ അനീഷിനെ ഒതുക്കാൻ പറ്റും. കാരണം ബാക്കിയുള്ളവരുടെ പേഴ്സണാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടല്ല സ്വന്തം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യേണ്ടത്. നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ആ പേഴ്സണാലിറ്റി നമ്മളവിടെ കാണിക്കുകയാണ് വേണ്ടത്. ഈ ഗെയിമിൻ്റെ ഒരു പർപ്പസ് തന്നെ അതാണ്. നമ്മൾ എങ്ങനെ ഇതിനകത്ത് നിന്ന് ഓവർകം ചെയ്യുന്നു, ഇത്രയും വലിയൊരു ഇഷ്യൂവിൽ നിന്ന് നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പരിച്ഛേദമാണ് ആ കാണിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അനീഷ് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് അഭിനയിക്കുമ്പോൾ മിസ്റ്റർ പെർഫെക്റ്റ് എന്നല്ല, മിസ്റ്റർ വേസ്റ്റ് എന്നാണ് എനിക്ക് അനീഷിനെ പറ്റി പറയാനുള്ളത്. നമ്മളെല്ലാവരും അനീഷിൻ്റെ കുറ്റം പറയാനെങ്കിലും നമ്മൾ അയാൾ എടുക്കും, ചർച്ചയാകും. സോ കുറ്റമുള്ളവൻ അവിടെ നിൽക്കും. അവൻ്റെ ലാസ്റ്റ് ഒരു 2 വീക്സ് പെർഫോമൻസിൽ ആളുകളെ കയ്യിലെടുക്കാം എന്നാണ് അയാളുടെ ഒരു വിചാരം. പിന്നെ സോ ഇന്നസെൻ്റ് ആയിട്ട് അഭിനയിക്കുന്നില്ലേ. അഫ്കോഴ്സ് അത് തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയാണ്. ഭയങ്കര ഇന്നച്ചനാ, കയ്യിരിപ്പം അങ്ങേറ്റവുമാണ്, ഭയങ്കര സംഗതികളാണെന്നുള്ളതിൻ്റെ തെളിവാണ് അനീഷ്. ഒരു സത്യം പറഞ്ഞാൽ അവർക്കൊരു നാണക്കേടായിട്ടാണ് ഇവ മാറിയിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആദില നൂറ വിഷയത്തിൽ അവരുടെ ഒരുപാട് പേഴ്സണലായ അവരുടെ ഫാമിലി ഇഷ്യൂ എടുത്തിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ വീട്ടുകാരെ ചേർത്ത് പിടിക്കാത്ത, ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അതിന് മോഹൻലാൽ കൊടുത്ത മറുപടിയാണ് പൊളിയായിരുന്നു. മോഹൻലാൽ പറഞ്ഞതാണ്, നിനക്കെന്ത് കാര്യം? അത് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയെ ചേർത്ത് വെക്കണമെന്ന് അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും? ശരിയാണ്, ഒരുതരം ഡിവോഴ്സ് തന്നെയാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇവരുടെ ഈ ഒരു സംഗതി, അതല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു അവസ്ഥയെ അംഗീകരിക്കാത്ത ഒരു കുടുംബമാണ് ആദിലയ്ക്കും നൂറയ്ക്കും ഉള്ളത്. നൂറയുടെ വീട്ടിൽ പിന്നെ അമ്മയാണ് പ്രശ്നമെങ്കിൽ ആദിലയുടെ വീട്ടിൽ അപ്പനാണ് പ്രശ്നം, അമ്മയ്ക്ക് പ്രോബ്ലം ഇല്ല. അപ്പോൾ അത് പറയുമ്പോൾ അവൾ കരയണ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അത്രത്തോളം വിഷമിക്കുന്നുണ്ട് ആ പേരൻസിനെ വിട്ട് നിൽക്കുന്നതിൽ. അത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് സൗദിയിലായിരുന്നു
ഇവർ സെറ്റിൽഡ്. അപ്പോൾ ഏകദേശം മതപരമായി അവർക്ക് ഇത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഗതി ആയിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും അവൾ അതിൽ നല്ല വേദനിക്കുന്നുണ്ട്. അപ്പം അവൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അനീഷ് കേൾക്കാതെ റിപ്പീറ്റഡ്ലി അത് വീണ്ടും പോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ റേസ് ചെയ്യേണ്ടി വന്നത്. ആൻഡ് മോഹൻലാലിനെ പോലും അവർ കൺസേൺ ചെയ്യുന്നില്ല. അവരവരുടെ ഫ്രീഡത്തിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട് ഈ കുട്ടികൾ. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികളുടെ പ്രതികരണം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പം അതെനിക്ക് സൂപ്പറായിട്ട് തോന്നി. അനീഷ് വായടഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. നിന്റെ ഭാര്യയെ നിന്നെയും കൂടെ ചേർത്ത് വയ്ക്കട്ടെ, നിന്റെ ഡിവോഴ്സ് ചെയ്തു പോയ ഭാര്യയും നിന്നെയും കൂടെ അങ്ങ് ചേർത്ത് ഒപ്പിച്ച് തരട്ടെ, അങ്ങനെ അവർ സംസാരിച്ചാൽ നിനക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്ന് ചോദിച്ചെടുത്ത് കറക്റ്റായി ആരുടെയും പക്ഷം ചേരാതെ കൃത്യമായി ഫോളോ ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി ആദില നൂറ ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്തതാണെന്നോ എനിക്കറിയത്തില്ല, ബട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് സെക്കൻഡ് തിങ്, അക്ബർ ആൻഡ് അനുമോളിന്റെ കേസാണ്. ആഹാ, ഈ പെമ്പിള്ളേർക്ക് ഒരു പൊതുവിലുള്ളൊരു സംഗതിയാണ്. സാധാരണ എന്നെ അവൻ ക്രൂരമായി നോക്കി, എന്നെ അവൻ അവിടെ നോക്കി ഇവിടെ നോക്കി. അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുന്നുണ്ട്, നിന്റെ അവിടെ ഇവിടെ അവൻ നോക്കി നീ എങ്ങനെ കണ്ട്? നീ അവനെ നോക്കിയിട്ടല്ലേ? നീ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടല്ലേ? ശരിയാണ്, ഇത് സ്ത്രീവിരുദ്ധതയായിരിക്കാം. ബട്ട് ഇങ്ങനെ ഒരു പ്ലേയിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായി അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതിന് പകരം അവിടെ ക്യാമറാസ് ഉണ്ടല്ലോ, ആ ക്യാമറ എന്ന് പറയുന്ന പ്രേക്ഷകരാണ്. നീ അവിടെ പോയി പറയണം. അവിടെ പോയി പറഞ്ഞാൽ അതൊരു സീരിയസ് അലിഗേഷൻ ആണ്. കാരണം ആണിനെയും പെണ്ണിനെയും മിക്സഡ് ആക്കി ഇട്ടിരിക്കുന്ന ഒരു വീട്ടിനകത്ത് ഒരുത്തനിക്ക് അങ്ങനെ ഒരു ട്രബിൾ ഉണ്ടെങ്കിൽ 100% അത് അവിടെ പോയി പറഞ്ഞിരിക്കണം. അത് റീവൈൻഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ പിക്ചർ അതവിടെ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഞാനത് അപ്പോഴേ പറയുമായിരുന്നു. അപ്പോൾ അതിനകത്ത് അക്ബറിനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അനുമോള് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ കൈയോടെ പിടിച്ചപ്പം അനുമോള് തപ്പ എന്ന് പറയുന്നത്, ആ ഒരു കൈയോടെ പിടുത്തം അനുമോൾക്ക് നല്ല ഫീൽ ചെയ്തു. പുറത്ത് എന്താ ഇമ്പാക്റ്റാണ് അനുമോളിന് കിട്ടിയതെന്ന് കൃത്യമായിട്ട് അനുമോളിന് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു വേരിയേഷനാണ് അനുമോൾ. പിന്നെ പറഞ്ഞപ്പോഴെല്ലാം ഒരു വെപ്രാളമോ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും കറക്റ്റ് വരാത്തൊരു ആബ്സെന്റ് മൈൻഡൊക്കെ അനുമോൾ കാണിച്ചതിൻ്റെ കാരണം അതാണ്. ഈ ക്യൂട്ട്നെസ് ഓവർലോഡും കൊണ്ട് ആരും വരാതിരിക്കുക. നിങ്ങളുടെ ക്യൂട്ട്നെസ് നിങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നാട്ടുകാരുടെ അടുത്ത് ഒന്ന് ഈ ക്യൂട്ട്നെസ്സും കാണിച്ച് മോങ്ങലും കാണിച്ച് കുറേ മേക്കപ്പും കാണിച്ച ആ ഒരു ഇതൊന്നും കിട്ടത്തില്ല. പുള്ളിക്കാരത്തെ പുറത്ത് എങ്ങനെയായിരുന്നു, അതിൻ്റെ ഇൻട്രോ പോലും എങ്ങനെയായിരുന്നു, ഭയങ്കരമായ ഒരു എന്താ പറയുക കൂട്ടിയായി പയ്യായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സംഗതി അവിടെ ചെലവാകത്തില്ല എന്ന് കയറുമ്പോൾ തന്നെ ലാല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടിക്ക് അത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ആ ഒരു പോർഷൻ നന്നായി ഹാൻഡിൽ ചെയ്തു. അതും കുറച്ച് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ആസ് എൻ ആങ്കർ പെർഫെക്റ്റ്ലി പുള്ളി അത് ഹാൻഡിൽ ചെയ്തു. പുള്ളിക്ക് മനസ്സിലായി, പുള്ളിക്ക് മാത്രമല്ല കൂടെ ഉള്ളവർക്ക് മനസ്സിലായി ഇതിങ്ങനെ ഒരു ഇഷ്യൂ ആണ് എന്നുള്ളത്. കൂടെ ഉള്ളവർക്ക് മനസ്സിലായി, നമുക്ക് മനസ്സിലായി, എനിക്ക് സ്പെഷ്യലി മനസ്സിലായി. അനുമോളുടെ സ്ട്രാറ്റജിയാണത്. ഒരാളെ ഒതുക്കാൻ അയാളെ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇത് ഏതാണ്ടില്ല വേടനെതിരെ പറഞ്ഞില്ലേ, അതുപോലൊരു ടേമാണ്. അങ്ങനെ അയാൾ അത്രയും ആൾക്കാരെയൊക്കെ നോക്കാതെ ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ വേറെ പെണ്ണുങ്ങളില്ലയോ, അനുമോൾ മാത്രമാണോ ഒരു ഇത്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ചരക്കാണോ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും അക്ബറും അതിനെ നല്ലപോലെ റെസിസ്റ്റ് ചെയ്തു. അവിടെ ഉള്ളവരെല്ലാവർക്കും അത് മനസ്സിലായി. പിന്നെ അനീഷ് പറഞ്ഞ അടുത്ത കോമഡി, സെക്കൻഡ് ടൈം വീണ്ടും ഞാൻ അനീഷിനെ എടുക്കുന്നത്. കാരണം അനീഷ് തന്നെയാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന്. അയ്യോ, ഇങ്ങനെ നോണ പറയുന്ന ഒരുത്തൻ. അതുവരെ ഓക്കെ, അതുവരെ ഉള്ളതൊക്കെ ഓക്കെ. പക്ഷെ ആ ഒരു ഒറ്റപ്പെടുത്തുന്നു എന്നൊരു കംപ്ലൈന്റ് അവൻ കൊടുത്തല്ലോ. ഒരു കംപ്ലൈന്റ് സെക്ഷൻ ഉണ്ടല്ലോ, അതിനകത്ത് ഇവൻ പറയുന്നുണ്ട് ഒറ്റപ്പെടുത്തുന്നു. അനീഷിന് ആ ഒരൊറ്റ ഇതിലാണ് അനീഷിനെ കൈയോടെ പിടിക്കപ്പെട്ടത്. ഏത് മന്ദബുദ്ധികൾക്ക് മനസ്സിലാവും അത് അവൻ്റെ സ്ട്രാറ്റജി തന്നെയായിരുന്നു. ഒറ്റയ്ക്ക് കുറുക്കനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കൊണ്ട് അവനെ കൈയോടെ പിടിക്കും. അപ്പോൾ കുറുക്കൻ തന്നെയാണ്, അനീഷ് കുറുക്കനെ കൈയോടെ പിടിച്ചിട്ടുണ്ട്. അത് മോഹൻലാലിന് മനസ്സിലായില്ലാത്ത കണക്ക് മോഹൻലാൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ള കണ്ടസ്റ്റൻസിന് മനസ്സിലായിട്ടുണ്ട് ഇവൻ സ്ട്രാറ്റജിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവനെ ഒതുക്കാൻ വളരെ നല്ല ഗെയിം പ്ലാനോട് കൂടി ബാക്കിയുള്ളവർ കളിക്കേണ്ടിയിരിക്കുന്നു. ഈ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ ഷാനവാസ്, അക്ബറും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബിൻസി ഇവരെയൊക്കെയാണ്. മറ്റേ ആ വക്കീലിനെയും ഡോക്ടറെയൊക്കെയാണ് അവരങ്ങോട്ട് നോക്കുന്നത്, ആർജെയൊക്കെയാണ് നോക്കുന്നത്. അല്ലാതെ ഇവർ ഈ പറയുന്ന വ്യക്തിയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള തലവേദന മനസ്സിലാകുന്നത്. നമ്മളൊരു കോമ്പറ്റീഷന് നിൽക്കുമ്പോൾ നമ്മൾ തളർത്താൻ നോക്കേണ്ടത് നമ്മുടെ സെയിം ലെവലോ നമ്മളെക്കാൾ കുറച്ച് കൂടുതൽ ഹൈപ്പിൽ നിൽക്കുന്നവരെ ആയിരിക്കണം. അല്ല നമ്മളിൽ താഴ്ന്നവരെ ടാർഗറ്റ് ചെയ്യരുത്. നമ്മളെപ്പോഴും ഒരു കോമ്പറ്റീഷൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോലെ നമ്മളെക്കാൾ പവർഫുള്ളായവരുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. നമ്മളെക്കാൾ വീക്കായിട്ട് നിൽക്കുന്നവരുമായിട്ട് നമ്മൾ ഒന്നിനും പോകരുത്. അത് വേസ്റ്റാണ്, നമ്മുടെ വില കളയുന്ന പരിപാടിയാണ്.
അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇത് ഈ 3 എണ്ണമാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. ബാക്കി നിങ്ങൾക്കറിയാലോ, ആസ് യൂഷ്വൽ കുറേ അധികം വശം. പിന്നെ അവൻ്റെ പിന്നെ നവീനാണോന്ന് അറിയില്ല, പേരുകൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ ആ പറയുന്ന നവീൻ, ആ മുടിയൊക്കെ ഉള്ള ആ പയ്യൻ കുറച്ച് ഹ്യൂമർ സെൻസിൻ്റെ ആളാണ്. ആൻഡ് പുള്ളി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിയൽ കണ്ടസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇന്നലത്തെ പെർഫോമൻസിൽ പുള്ളി അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം വാട്ട് എവർ ഇറ്റ് ഈസ് ഐ എം റെഡി ടു അക്സെപ്റ്റ് എന്ന് പറയുന്നു. അതായത് പുള്ളി റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത്. ആ ഒരു പിന്നെ വീടിനകത്തേക്ക് കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഹീ നോ ദ റിയാലിറ്റി. എപ്പോൾ വേണമെങ്കിലും പുറത്താക്കപ്പെടാം, എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് പോകാം, ആൻഡ് ദിസ് ഈസ് നോട്ട് ദ ഫൈനൽ വേൾഡ് എന്നൊരു നല്ല രീതിയിലുള്ളൊരു ഇത് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. ഈവൻ ഒരു ചപ്പൽ കൊടുക്കുമ്പോൾ പോലും നിരാശ മുഖത്തില്ല. ഓഫ് കോഴ്സ് ഒരു 100 ദിവസം കഴിഞ്ഞാൽ എൻ്റെ ചപ്പൽ എൻ്റെ അടുത്തേക്ക് വരും എന്നുള്ള ഒരു ബോധം അവനുണ്ട്. ഇത് അവിടെയുള്ള ഓരോരുത്തർക്കും വരേണ്ടതാണ്. ഇതൊരു ഫൈനൽ വേൾഡാണ്. ഇവിടുന്ന് ഔട്ടായി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചിന്തിക്കുക. ഇപ്പോൾ റോബിൻ ജയിച്ചിട്ടില്ല, റോബിനെ വളരെ ഇൻസൾട്ട് ചെയ്താണ് പുറത്തേക്ക് വിട്ടത്. ബട്ട് റോബിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും വേറൊരു ഇത് ആർക്ക് കിട്ടിയിട്ടുണ്ടോ? ഇനി പേളി മണിയുടെ കാര്യം എടുക്കാൻ, ജയിച്ചിട്ടില്ല, ഫൈനലിൽ അവളെ ഇൻസൾട്ട് ചെയ്താണ് പുറത്തേക്ക് വിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പേളി മാണിയെ പോലെ നല്ലൊരു യൂട്യൂബർ ഇൻഫ്ലുവൻസർ വേറെ ഉണ്ടോ? അപ്പോൾ അവിടുത്തെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഇൻട്രോ മാത്രമാണ്. അല്ലാതെ നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്താകണം എന്നുള്ളത് നമ്മളുടെ എബിലിറ്റിയെ ബേസ് ചെയ്തിരിക്കും, അല്ലാണ്ട് വേറെ ഒന്നുമല്ല മാനദണ്ഡം. ബിഗ് ബോസിൽ പോയതുകൊണ്ടോ ബിഗ് ബോസ് ജയിച്ചത് കൊണ്ടോ എന്തെങ്കിലും നേടുമെങ്കിൽ തരികിട സാബു എന്ത് നേടി, എന്ത് വാഴ, എന്ത് ഉണ്ട നേടി. അതേപോലെ തന്നെ അഖിൽമാരാണ് 0 രാജ്യദ്രോഹ കുറ്റത്തിനകത്ത് പോയി. അത്രയേ ഉള്ളൂ. നമ്മുടെ പേഴ്സണാലിറ്റിക്കാണ് വാല്യൂ എന്ന് ചിന്തിക്കണം. അതാണ് ആ ഷോ പഠിപ്പിക്കുന്നതും. യു ആർ ദ ബെസ്റ്റ്. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. ദ കോൺഫിഡൻറ്റ് ലെവൽ, നിങ്ങൾ എത്രത്തോളം ഹൈപ്പ് ഉണ്ടോ അവർക്ക് അവിടെ പോകാൻ പറ്റും. നല്ല കോൺഫിഡൻസ് ഉള്ളവർക്ക് പോകാൻ പറ്റുന്നൊരു ഷോ മാത്രമാണ്. ആൻഡ് രഞ്ജിത്തിൻ്റെ കേസ്, രഞ്ജിത്തിനോട് പറയുമ്പോൾ തന്നെ രഞ്ജിത്ത് ആരോട് യാത്ര പറയാതെ ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ധാഷ്ട്യം ഉണ്ടെന്ന്. അല്ല, അത് ചിലരുടെ ഒരു പ്രോബ്ലമാണ്. അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ദ വെരി ബിഗിനിങ് പുള്ളി പുറത്തേക്ക് വന്നു. പുള്ളി പുറത്ത് വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, അത് സത്യവുമാണ്. പുള്ളി ആക്റ്റീവ് ആകാൻ സാധിക്കാതെ വന്നത് കിച്ചണിലേക്ക് ഇട്ടത് കൊണ്ടാണ്. അപ്പം കിച്ചൺ ടീമിലേക്ക് പോകുന്നവർ ആ കിച്ചൺ ജോലികളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം നോക്കുക, കഴിഞ്ഞ ആഴ്ചയിൽ മുഴുവൻ ക്യാമറയും കൂടുതൽ ഫോക്കസ് ചെയ്തത് കിച്ചണിലേക്കാണ്. അപ്പോൾ കിച്ചണിലാണെങ്കിൽ കുക്കിംഗ് മാത്രമായിരിക്കരുത്, അതിൽ പ്ലേയും കൂടെ വരണം എന്നുള്ളതാണ് ആ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ രഞ്ജിത്തിന് ഇവരെയൊക്കെ പിരിയാനും പോകാനും ഒക്കെ നല്ല വിഷമമുണ്ട്. പുള്ളി അത് കടിച്ച് പിടിച്ചിട്ട് നിൽക്കുമായിരുന്നു. ഇവരെ കണ്ടാൽ അത് പൊട്ടിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് അവരുടെ അടുത്ത് മറുപടി പറയാതെ പോയത്. ആൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരൻ എല്ലാവരുടെ അടുത്തും യാത്ര പറയുന്ന സമയത്തും നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പരാതി ഇല്ല എന്ന് പറയുന്നത് ലാൽ അയാളെ കംഫർട്ട് ചെയ്യാൻ പറഞ്ഞതാണെങ്കിലും ആ പ്രോബ്ലമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഷുഡ് ബി ഇത്രയും പേരുണ്ട്, 20 പേരുണ്ട്, 20 പേരിൽ 19 പേരും നിങ്ങൾക്ക് പ്രോബ്ലം മേക്കേഴ്സ് ആയിരിക്കണം. അവരുടെ പ്രോബ്ലംസ് നിങ്ങൾ പറയണം. അവരുടെ പ്രോബ്ലംസ് പറഞ്ഞാലേ നിങ്ങൾ സേഫ് സോണിൽ പോകൂ എന്നൊരു ഇതുണ്ട്, ഘട്ടമുണ്ട് അതിനകത്ത്. അപ്പോൾ അത് പറയുക തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഇത്രയും ഞാൻ നോട്ട് ചെയ്ത കാര്യങ്ങളുള്ളൂ. പിന്നെ ഇന്നത്തെ പ്രമോ വന്നിട്ടുണ്ട്. പ്രമോയിൽ എന്തൊക്കെ അടിയുണ്ട്, ഇത് നിർത്തി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ അനീഷിൻ്റെ പെർഫോമൻസ്, രേണുവിൻ്റെ വിഷയം നമ്മൾ വിട്ടുപോയി. രേണുവിനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. രേണു ഒരു നിസ്സംഗത അവസ്ഥയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. കാരണം സാധാരണ അത്യാവശ്യം ഇതൊക്കെ പറയേണ്ട രേണു മൗനമായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ രേണുവിനെ പറ്റി പ്രത്യേകിച്ചൊന്നും ഈ എപ്പിസോഡിൽ എനിക്ക് പറയാനില്ല. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.